ഇത് കണ്ടിട്ട് ആരും അനുകരിക്കില്ല. അഥവാ അനുകരിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാനുള്ളത് ഞാൻ പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ പറ്റിക്കരുത്. നിനക്കെന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ട്. അഥവാ അങ്ങനെ ചെയ്ത് നീ വിജയിച്ചെന്ന് എനിക്ക് 10,000 രൂപ തരും. ഉറപ്പാണ്. നമ്മള് ഭയങ്കര സ്നേഹം പിടിച്ച് തലക്കൂത്തിരിക്കുമ്പോ നമ്മള് പറയത്തില്ലേ, ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ കേസ് നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ലാസ്റ്റ് മീൽ. ഇനി ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഗൈസ് എന്റെ ബോഡി ഇനി അങ്ങോട്ട് വെള്ളത്തിലായിരിക്കും ഗൈസ് റൺ ചെയ്യാൻ പോകുന്നത്. ഈ വേണ്ടി ഞാൻ ഭയങ്കര ഈറ്റിംഗ് ആണ്, സത്യം പറഞ്ഞ ഓവർ ഈറ്റിംഗ് ആണ്. സ്ട്രെസ് അടിച്ച ഈറ്റിംഗ്, എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഈറ്റിംഗ്, വഴക്കിട്ട ഈറ്റിംഗ്, എന്തുണ്ടെങ്കിലും ഭയങ്കര ഈറ്റിംഗ് എന്ന്. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഒരു സ്റ്റാൻഡ് എടുക്കണം. ദാറ്റ് ഈസ് ഈ ഒരു ഫുൾ ആഴ്ച ഫുഡ് എന്നെ അബ്യൂസ് ചെയ്യണ പരിപാടി അങ്ങ് നിർത്തണം. പിന്നെ ഗൈസ് ലെറ്റ് മീ ബി ഹോണസ്റ്റ്, ഈ ഒരു വാട്ടർ ഫാസ്റ്റ് കൊണ്ട് കുറെ നല്ല ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. Like reduce stress, cholesterol, inflammation, improved blood sugar. Apparently നമ്മുടെ ബോഡി തന്നെ റിപ്പയർ ചെയ്യാനും ലാൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഗൈസ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. പ്ലീസ് ലിസൺ ടു ദിസ് ഗൈസ്. ഇഫ് യു വാണ്ട് ടു ഡു എ വാട്ടർ ഫാസ്റ്റ്, കൺസൾട്ട് യുവർ ഡോക്ടർ ബിഫോർ സ്റ്റാർട്ടിംഗ് ആൻഡ് ഡു നോട്ട് സ്റ്റാർട്ട് വിത്തൗട്ട് സൂപ്പർവിഷൻ. പിന്നെ ഈ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ഡേഞ്ചറസ് ആണ്. ഇഫ് യു ആർ ഓൾറെഡി ഫാറ്റിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ, എനിക്കൊക്കെ അപ്പൊ ഗൈസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ചെയ്യൂ. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ഈ ഒരു ചലഞ്ച് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ നമുക്ക് ചോദിക്കാം അവരുടെ അഭിപ്രായം എന്തുവാണെന്ന്. ഒരാഴ്ചത്തേക്ക് വെള്ളം കുടിച്ച് മാത്രം നിൽക്കാൻ പോകും. നമുക്ക് തോന്നണ്ട വെള്ളം കുടിച്ചാ 7 ദിവസം വെള്ളം മാത്രം കഴിക്കാൻ പോണം ഇനി. എനിക്ക് തോന്നുന്നില്ല. കാരണം നിനക്കെന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ, നിനക്ക് ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടാവും. ഇത് ആര് പറഞ്ഞതിന് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ? പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ശരീരത്തിന് 5 ദിവസം 7 ദിവസം വെള്ളം കുടിച്ചെന്നാ വേറെ വല്ല പണി നോക്കുക കേട്ടോ. വേറെ അസുഖം വന്ന് എവിടെയെങ്കിലും കിടക്കുമ്പോ നീ പഠിക്കും. നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. ഭക്ഷണം കഴിയില്ല, അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛാ ഞാൻ 7 ദിവസത്തേക്ക് വെള്ളം കുടിച്ച് മാത്രം ഫാസ്റ്റ് ചെയ്യാൻ പോവാ. നടക്കണ കാര്യമല്ല പറ, നടക്കാത്ത കാര്യങ്ങളൊന്നും പറയാതെ. ഇവിടെ ഫുഡ് ഉണ്ടാന്ന് പറഞ്ഞ് ഓടി നടക്കണ 5 മിനിറ്റ് ലേറ്റ് ഉടനെ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 7 ദിവസം വെള്ളം കുടിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല, നടക്കാൻ പോണില്ല ഒരിക്കലും. ഇത് നടക്കേ ഇല്ല. അഥവാ അങ്ങനെ ചെയ്ത് നീ വിജയിച്ചെന്ന് എനിക്ക് 10,000 രൂപ തരും. ഉറപ്പാണ്. 10,000 രൂപ ഉറപ്പായിട്ടും തരും. സെറ്റ്. അഭിലാഷ് ഞാൻ പുതിയൊരു ചലഞ്ച് എടുക്കാൻ പോവാ. ചലഞ്ച് എന്താന്ന് വെച്ചാൽ 7 ദിവസമൊക്കെ വെള്ളം കുടിച്ച് മാത്രം ജീവിക്കാൻ പോവാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലേ? ഇതെന്താണ് ആർക്കും ഒരു വിശ്വാസം ഇല്ലാത്തത്? 7 ദിവസത്തേക്ക് ഞാൻ വെള്ളം കുടിച്ച് മാത്രം ജീവിക്കാൻ പോവാ. എന്നെ കൊണ്ട് പറ്റുവാ? പെട്ടി ഓർഡർ ചെയ്യാം. വെറും വാട്ടർ ആയിട്ട് എടുക്കാനല്ലേ, നിന്നെ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറ്റത്തില്ല. 7 ദിവസം ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിക്കാനല്ലേ. പിന്നെ വീട്ടിലിരുന്ന് നീ കഴിച്ചല്ലേ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എൻ്റെ അഭിപ്രായത്തിനൊക്കെ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ചലഞ്ചൊക്കെ ഓക്കെ. 7 ദിവസം വെള്ളം കുടിച്ച് മാത്രം നിക്കാന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് കുറച്ച് ഹെൽത്തി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോ അതൊക്കെ നോക്കിയിട്ടും കണ്ടും ചെയ്യാം. പിന്നെ എന്റെ അഭിപ്രായത്തിൽ നീ അത് ഓവർകം ചെയ്യാൻ പോണില്ല. ഒരിക്കലും നീ അത് ചെയ്യാനായിട്ട് 7 ദിവസം കംപ്ലീറ്റ് ആവത്തില്ല. അതിന് മുമ്പ് ഒന്നെങ്കിൽ നീ തലറങ്ങി വീഴും, അല്ലെങ്കിൽ അറിയത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതുപോലെ ഒരുപാട് ചലഞ്ച് യൂട്യൂബില് വീഡിയോസ് ഇടാറുണ്ട്. നീ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ ഇടുന്ന യൂട്യൂബിന്റെ അകത്ത് ഞാൻ കമന്റ് ചെയ്യും. കാരണം എനിക്ക് പറയാനുള്ള മൊത്തം നീ ഇടണം. നീ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് തൊട്ട് ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയോ ആൾക്കാർക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയെ നീ യൂട്യൂബിൽ നിന്ന് മുക്കിയിട്ടുണ്ട്. ആ വീഡിയോ നീ ഇപ്പം യൂട്യൂബിലില്ല. സോ അതേപോലെ തന്നെ ഇങ്ങനൊരു ചലഞ്ച് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നീ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും.
7 ദിവസം വെള്ളം കുടിച്ച് ഇതാക്കണം എന്ന് പറഞ്ഞ് നീ ഒരു ചലഞ്ച് എടുത്താൽ ആഫ്റ്റർ ഓൾ നീ അത് ചെയ്യും. കാരണം നിനക്ക് ഭയങ്കര വാശിയാണ്, നിനക്ക് ഭയങ്കര ഒരു കാര്യം നിന്നോട് നടക്കത്തില്ല, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ചെയ്തേ നീ തീരൂ, നീ അത് നടത്തി കാണിക്കും. അതിപ്പം എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നതാണെങ്കിലും നീ ആഫ്റ്റർ ഓൾ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ നീ അത് കാണിച്ചു തരും. അങ്ങനെയാണ് അതിപ്പോ എല്ലാ കാര്യത്തിനും. റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്തെങ്കിലും ബെറ്റ് വെച്ചിട്ടായിക്കോട്ടെ, നീ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇത് നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ അത് ചെയ്ത് കാണിച്ചു തരും. പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാണ്, നിന്റെ ഹെൽത്ത് നോക്കുക. 7 ദിവസം വെള്ളം കുടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അത് പോസിബിൾ ആണോ എന്ന്. അപ്പൊ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഡോക്ടറിനോടൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല, ഈ 7 ദിവസം വെള്ളം കുടിക്കാന്ന് ഉദ്ദേശിച്ചത് നീ പ്യുവർ വാട്ടർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, അല്ലാണ്ട് വെള്ളമടിച്ച് ബാറിലെ വെള്ളം അടിക്കുക എന്നാണ്, അങ്ങനെയല്ലല്ലോ അല്ലേ? അതെനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. നോർമൽ വാട്ടർ ആണല്ലോ നീ 7 ദിവസം കുടിക്കുന്നത് അല്ലേ സെഞ്ചു? ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ഈ വീഡിയോയിൽ ഒരു വേർഡ്സ് പോലും കട്ട് ചെയ്യല്. പിന്നെ എനിക്ക് പറയാനുള്ളത്, വാശി അയക്കോ കുഴപ്പമൊന്നുമില്ല, അത് ചലഞ്ച് അയക്കോ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള ആൾക്കാരെ പറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് കാണിക്കുക, നല്ലതായിരിക്കും. വിത്ത് ഡോക്ടറിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. അതല്ലാണ്ട് പോലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നോക്കാം. ഗൈസ്, ഇവിടുത്തെ ഇപ്പൊ പറഞ്ഞതിനൊക്കെ എനിക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ബെറ്റ് വെച്ചായിരുന്നു, എന്നിട്ട് ആ വീഡിയോ മുക്കിയായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ആ സ്വിമ്മിംഗ് പൂളി വിഷയം ഉണ്ടാകണേൽ തൊട്ട് മുമ്പാണ് ആ വീഡിയോ ഇട്ട. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോ മൈൻഡൊക്കെ മൊത്തത്തിൽ ഷോക്കായി പോയി ഗൈസ്. എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും IDTRന്റെ ക്ലാസ്സിനും അങ്ങനെയൊക്കെ ഓടി കിടക്കുമായിരുന്നു. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്, ഞാനിത് തെറ്റിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കാർ അവർക്ക് എഴുതി കൊടുത്ത എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എടുത്തോ എന്റെ കാർ, നീ എടുത്തോ എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇപ്പൊ അവൾ സംസാരത്തിൽ നിനക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വഴക്കിട്ടിരിക്കുന്നു കേസ്, അതാണ് കാര്യം. പിന്നെ അവൾ കുത്തി തന്നെ പറയുന്നുണ്ടില്ലേ, ബാറിലെ വെള്ളമാണെന്ന്. അപ്പൊ മനസ്സിലായില്ല ഇപ്പൊ എന്തിനാ വഴക്കിട്ടത്? വെള്ളം അടിച്ച കാര്യത്തിലാണ് വഴക്കിട്ടത്. ഓക്കെ, പിന്നെ പറ്റിക്കല്ലും എന്നവള് പറഞ്ഞില്ലേ, അതെന്താന്ന് മനസ്സിലായ? അത് ഞാൻ അവളോട് ചുമ്മാ ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്നേഹം പിടിച്ച് തലക്ക് മൂത്തിരിക്കാൻ നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങളും കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ കേസ്, ഞാൻ വെള്ളം അടിക്കുമ്പോൾ എപ്പോഴും നിന്നോട് ചേഴ്സ് പറയും, നിന്നോട് പറഞ്ഞിട്ടേ അടിക്കത്തുള്ളെന്ന് ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് സുഹൃത്തുക്കളെ. പക്ഷെ ആ സീനായി, ഞാൻ പറയാണ്ട് കഴിഞ്ഞ ദിവസം അല്ല അടിച്ചായിരുന്നു. അപ്പൊ അവളോട് പറഞ്ഞില്ലേ ചേഴ്സ് ഒന്നങ്ങാണ്ട്, അതിന്റെ പേര് സീനായതാണ് കേസ്. അതിന്റെ ആണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഗൈസ്, ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മുടെ 1-2 ദിവസത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടേ. ഗൈസ്, ഇപ്പൊ എനിക്ക് എത്ര കിലോ ഉണ്ടെന്ന് അറിയാം നിങ്ങക്ക്? അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും ചലഞ്ച് ചെയ്യണതിന് മുമ്പ് എന്റെ ബോഡിയുടെ അളവ് ഫുള്ള് എടുക്കാൻ പോവാണ്. കാരണം അവസാനം ആകുമ്പോ എന്തോരം കുറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അപ്പൊ ഫുള്ള് ലൂസായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ വയറുള്ളത് ഇങ്ങനെയാണ് എന്റെ വയറിപ്പ ഞാൻ ലൂസായിട്ട് ഇട്ട് കഴിഞ്ഞായിരിക്കണം. ടീഷർട്ടൊക്കെ ചെയ്യാൻ സീലാണ്. ഇതൊക്കെ കൊണ്ടാണ് മെയിൻ റീസൺ. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ ആണ് ഞാൻ ചെയ്യാൻ കാരണം. 39 ഇഞ്ചേ ഉള്ളൂ. 39 40 ഇഞ്ചാ, 40 ഇഞ്ച്. ഇനി മസിലിന്റെ കൂടെ എടുക്കും. 13 തരാം. കറക്റ്റ് പോന്നാലുണ്ട്. അപ്പൊ കഴിച്ച് ഇനി 7 ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. കാരണം ഞാൻ ചലഞ്ച് ചെയ്യാൻ പോവാ. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ 7 ദിവസം വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ പോവാ. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ? അപ്പൊ ഗൈസ്, ഫൈനലി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഇത് കണ്ടിട്ട് ആരും അനുകരിക്കില്ല. അഥവാ അനുകരിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാവരുടെ ബോഡി ആണെങ്കിലും മെറ്റബോളിസം ആണെങ്കിലും എവറിത്തിങ് ഈസ് ഡിഫറെന്റ് ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും വാട്ടർ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനായിട്ട് എന്റെ കുഴപ്പമൊന്നുമില്ല, ഡാൻസ് നോർമലായിട്ട് തന്നെ എനിക്ക് പോകുന്നുള്ളൂ. അപ്പൊ നാളെ തൊട്ട് ഞാൻ ഡേ 1 എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് തരുന്നതാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് 7 ദിവസം സംഭവം ഞാൻ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും ഒരു ദിവസം ഇടവിട്ടാണെങ്കിൽ ഇതിന്റെ ഫുൾ അപ്ഡേറ്റ് ചെയ്യാൻ തരുന്നതാണ്. ഓക്കെ,
അതുപോലെ തന്നെ ഈ 7 ദിവസം കൊണ്ട് എനിക്ക് എത്ര കിലോ കട്ടായെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ. അപ്പൊ ഗൈസ് നാളെ തൊട്ട് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ വരും കേട്ടോ. കാരണം ഈ വർഷം എന്റെ അത്രേ ഉള്ളൂ. എല്ലാ ദിവസവും വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ വരും. എല്ലാ ദിവസവും വീഡിയോ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഷോർട്സ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ വ്ലോഗ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ വ്ലോഗ് ആയിരിക്കും, ചിലപ്പോൾ വ്ലോഗ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഷോർട്സ് മാത്രമായിരിക്കും. എനിവേ എല്ലാ ദിവസവും ഒരു 7 മിനിറ്റ് റേഞ്ച് ആകുമ്പോൾ വീഡിയോ വരുന്നതാണ്. അപ്പൊ എല്ലാവരും കണ്ടേക്കണേ. ലവ് യു ഗൈസ്, ടേക്ക് കെയർ. ഈ വർഷം നമുക്ക് പൊളിക്കണം. ബൈ.